ഈ ഒരു കൂടിച്ചേരലിന് വേണ്ടിയിട്ട് എത്ര പ്രേക്ഷകരെ കാത്തിരുന്നെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇപ്പൊ എന്തിനാ എന്നെ കാണാൻ വന്നത്? ഞാനിവിടെ മനസ്സമാധാനമായിട്ട് ജീവിച്ചോണ്ടിരിക്കുക. എന്താ കാര്യം എന്താ? ഓക്കെ, പക്ഷെ ബിഗ് ബോസിന് ശേഷം അർജുൻ കുറച്ച് ഷൈ കൂടിയിട്ടുണ്ടോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ നാണമാനം ഇല്ലാത്ത അല്ല, എനിക്ക് പിന്നെ നാണമുണ്ട്, പക്ഷെ ഞാൻ ഉള്ളിൽ ഒതുക്കിയാണ് നിർത്തുന്നത്. അങ്ങനെ ഒരു കഴിവുണ്ട്. അർജുൻ കുറച്ച് ഷൈ. ഇനിയിപ്പോ എന്താ നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? ഒരു ചൂണ്ടിട്ടതാ ഡിസൈഡ് ചെയ്യണം. ഓരോരോ ഓഫർ ബേസിൽ അത് നോക്കി ഡിസൈഡ് ചെയ്യണം. എവിക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീതു എവിക്ട് ആയി പോയല്ലോ. അപ്പൊ അർജുൻ ഭയങ്കര ഇമോഷണൽ ആയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രണയചേഷ്ടകൾ എന്ന് പറയും. പ്രണയം മൂക്കുമ്പോൾ കവിതാക്കൾ പരിസരം മറക്കും. അവൻ നിന്നെ എങ്ങനെ കോർക്കാന്ന് പറഞ്ഞ് നടക്കുക. ഒന്ന് പോവാൻ മണിച്ചേട്ടാ. എനിക്കറിയില്ല, പെട്ടെന്ന് കൂടുതൽ ആള് പെട്ടെന്ന് പോകുമ്പോൾ ഒരു അതാണ് ഈ ലവിന്റെ തിയറിയും എന്റെ സ്പെഷ്യാലിറ്റിയും. ഒന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. എനിക്കിപ്പോ അവള് പോയപ്പോ സിജോ പോയപ്പോഴാണെങ്കിൽ എനിക്ക് ആ ഒരു ഹാർട്ടാണ്. ഒന്ന് ശ്രദ്ധിച്ചു വേണം, കാരണം നിങ്ങളൊന്ന് ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ ക്യൂലാ. നടക്കൂടെ ഇത്? നമ്മൾ നടക്കോ ഇല്ലയോന്നോ നോക്കിയിട്ടൊന്നുമല്ല, നമ്മളിത് വിശ്വസിച്ച് അങ്ങോട്ട് ചെയ്യല്ലേ. ശ്രീജുൻ ഈ മറ്റേ ഒരു ഫ്രെയിമിൽ വരുന്നത് പോലെ തന്നെ ലൈഫിൽ ഒന്നായാൽ ഞങ്ങൾ ഭയങ്കര സന്തോഷവതിയായിരിക്കും. അല്ലെങ്കിൽ നായരേട്ടാ വെറുതെ അതും ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ഞങ്ങള് കൊറേ കളിച്ച് കൊറേ തമാശ കൊറേ ചിരികൾ, ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും അറിയാം. ഓ, അപ്പൊ അത്ര പെട്ടെന്ന് സമ്മതിച്ചിരുന്ന കൂട്ടത്തിലല്ല, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആയതിനാൽ അതായത് നിങ്ങൾ ഒരു മനുഷ്യരില്ലയോ വക്കീലന്മാരെ പോലെ കുത്തി കുത്തി ചോദിക്കാൻ നമ്മൾ ചോദിക്കുന്നത്. അതായത് അർജുനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒറ്റ കാര്യം. മേ ബി കെയറിംഗ്. ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. ഞാനൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി അതാണ് ഉദ്ദേശിച്ചത്, വേറെ അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ചിലര് പറയുന്ന കമന്റ്സ് ഞങ്ങൾ കണ്ടായിരുന്നു. നിന്റെ അടുത്ത് മറിച്ചും തിരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചാൽ നീ എങ്ങനെ പറയും? തിരിച്ചും മറിച്ചും ഉത്തരം പറയും. തോന്നിയിട്ടുണ്ടോ? ഇല്ല, അവര് മനസ്സിലാക്കും പിന്നീട് ആയാലും ഒരു നാൾ. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? അവരവരുടെ ആഗ്രഹം പറയുന്നു, അത് റെസ്പെക്ട് ചെയ്യണം. അത് അവർക്ക് അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ ബോണ്ട് വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ. ഓക്കെ, അതിനെത്ര ചിരിക്കാൻ തന്നിരിക്കുന്നത്? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.